ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു ബീഫ് കറി ഉണ്ടാക്കി നോക്കിയാലോ. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവ, കുറച്ച് പെരിഞ്ജീരകം കൂടെ ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. പെരിഞ്ജീരകം ഉലുവയൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് സവോളയും ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം സൈസുള്ള 2 സവോളയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടിയാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ബീഫാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. ആ ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സവാള എല്ലാം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബീഫിൽ ഓൾറെഡി മസാല എല്ലാം തിരുമ്മി വെച്ചതുകൊണ്ടാണ് 1 സ്പൂൺ മല്ലിപ്പൊടി 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തത്. എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ. ഞാൻ ആവശ്യത്തിനുള്ള ബീഫിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നും കൂടെ അങ്ങോട്ട് മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ്, 1 കിലോ ബീഫാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ബീഫ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫെല്ലാം ഒന്ന് ചേർത്ത്, ബീഫിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ കുറച്ച് നേരമൊക്കെ തിരുമ്മി വെച്ചതാണ്. ആ വെള്ളമൊക്കെ ഇറങ്ങിയതെല്ലാം കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേ. നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് അടച്ചു വയ്ക്കാം. ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി ഇതിൽ ഉപ്പെല്ലാം ചേർത്ത് വെച്ചത് കാരണം ഉപ്പുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. എന്നിട്ടൊരു 7 വിസിൽ വരെയൊക്കെ വേവിച്ചെടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ബീഫിലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കുക്കർ 6-7 വിസിലൊക്കെ വന്ന് ഇതുപോലെ നല്ലപോലെ ബീഫെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ 2 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒത്തിരി വെള്ളമൊന്നും അങ്ങ് വറ്റിയിട്ടില്ല, എങ്കിൽ പാകത്തിനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. അങ്ങനെ നല്ല ഈസി ആയിട്ടുള്ളൊരു ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പത്തിൻ്റെയും ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.